നിർമ്മിതമാണ്. അത് ഒന്ന് നമ്മുടെ ചീനവലയുടെ ആകൃതിയിലുള്ള ഒരു പാലമുണ്ട് ഇതാ കാണുന്നത്. അതിനുശേഷം അതിന്റെ ബാക്ക് സൈഡിൽ ഒരു മഴവില്ലിന്റെ ആകൃതിയിലുള്ള ഒരു പാലമുണ്ട്. അതിന്റെ ബാക്കില് ഒരു ഹൗസ് കെട്ടുവള്ളത്തിന്റെ ആകൃതിയിലുള്ള ഒരു പാലവും കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള പാലങ്ങൾ കൊണ്ട് നിർമ്മിതമായ കേരളത്തിലെ ഏറ്റവും വലിയൊരു വാക്കിംഗ് വേ ആണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അറിയപ്പെടുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു വാക്കിംഗ് വേ അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു പാർക്കാണ് സുഭാഷ് പാർക്ക്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാർക്കാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രെയിനുകളൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രദേശം കൊച്ചിൻ ഷിപ്പ്യാർഡ്. കപ്പൽ നിർമ്മാണശാലയാണ്. 1972 സ്ഥാപിതമായത്. അതിനുശേഷം 1984 കപ്പല് പണിത് പുറത്തേക്കിറക്കിയത്. ആ കപ്പല് റാണി പത്മിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ആദ്യമായിട്ട് പണിത് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. INS വിക്രാന്ത് എന്ന് പറയുന്ന ആദ്യത്തെ വിമാനവാഹിനി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അതിനുശേഷം അവിടെ നമുക്ക് മറ്റൊരു ഗ്രേ കളർ ഷിപ്പ് കണ്ടു, ഒരു ഫുട്ബോൾ വൈറ്റ് കളർ ഫുട്ബോൾ പോലെ ഒരു ഗ്രേ കളർ ഷിപ്പ്. അത് ഇന്ത്യയുടെ ന്യൂക്ലിയർ റഡാർ ഷിപ്പാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ INS ധ്രുവ് എന്നാണ് അത് അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള ന്യൂക്ലിയർ റഡാർ ഷിപ്പ്. ന്യൂക്ലിയർ റഡാർ ഷിപ്പാണ് INS ധ്രുവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കടന്നു വരുന്ന ഈ ഒരു പ്രദേശം അതൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദ്വീപാണത്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവ എഞ്ചിനീയർ ഉണ്ടായിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ, അദ്ദേഹമാണ് ഈ ഒരു ഐലൻഡ് രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഒരു ദ്വീപാണത്. 7 കിലോമീറ്റർ നീളത്തിലും 3.5 കിലോമീറ്റർ വീതിയിലും നിർമ്മിച്ച വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപാണ്. അതിന്റെ ഒരു വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. അതിന് മുമ്പ് ചെറിയൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു വിശേഷങ്ങൾ ഉപയോഗിക്കാം. റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത ഐലൻഡാണ് ഇതെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പറയുന്ന പോലെ പണ്ട് മറൈൻ ഡ്രൈവിൽ വന്ന് നിന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ മട്ടാഞ്ചേരി വരെ കാണാവുന്ന രീതിയിൽ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അന്ന് കെട്ടുവള്ളത്തിൽ കുറച്ച് തേങ്ങകൾ കൊണ്ടുവന്ന് ഒഴുക്കുകയുണ്ടായി. ആ തേങ്ങകൾ ഒരു സ്ഥലത്ത് വന്ന് അടിഞ്ഞ് ചേർന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹമാണ് അന്ന് മാന്നാർ എന്ന് പറയുന്ന ഒരു മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ച് ഇവിടെയുള്ള ചെളിയും മണ്ണും എല്ലാം വാരിയെടുത്ത് നിർമ്മിച്ച് ആ കപ്പൽ തകർന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ലേഡി വില്ലിംഗ്ടൺ എന്ന് പറയുന്ന 2 മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ച് 7 കിലോമീറ്റർ നീളത്തിലും 3.5 കിലോമീറ്റർ വീതിയിലും നിർമ്മിച്ചെടുത്ത ഒരു ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇതിന്റെ ഒരു പ്രത്യേകത ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു എയർപോർട്ടും ഒരു പോർട്ടും കൂടി ഒരു സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ്. രാജീവ് ഗാന്ധി എയർപോർട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പുകൾ പുറപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. Yes, sir. See, that's a man-made island. Okay, sir. Created by the British engineer Robert Bristol. Okay. And it's one airport and port and a railway station. So we are going there right now. Oh, thank you, sir. Thank you. আমরা ম্যান-মেড আইল্যান্ড ওখানে আমরা যাচ্ছি এবারে। যাচ্ছি।
কফি খাবে? আর কফি খাবে? ഓക്കെ, അപ്പോൾ പദ്ധതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്യടിയൊക്കെ ഒന്ന് കൊടുക്കാം. വളരെ സന്തോഷമാണ്. പിന്നെ സോറി കേട്ടോ, വേറെ ഒന്നുമല്ല, സൗണ്ട് നമുക്ക് ഒരുപാട് കുറച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒന്ന് ഫീഡ്ബാക്ക് ഇല്ലാത്തതുകൊണ്ട്, മോണിറ്റർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പാട്ട് പാടുന്ന ആൾക്ക് കുറച്ചത് കിട്ടണം. അതുപോലെ തന്നെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതനുസരിച്ചുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള രീതിയിൽ പറഞ്ഞത് മാത്രമേ. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നൊരു വിശേഷം എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിനെ കുറിച്ചാണ്. ഐലൻഡിന്റെ ഒരു ഗ്രീൻ കളർ ബിൽഡിംഗ്, അത് ഐലൻഡിന്റെ പോർട്ട് അഡ്മിൻ ഓഫീസാണ്. കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് അതൊരു പോർട്ടിന്റെ അഡ്മിൻ ഓഫീസാണ്. ഒരു റഡാർ സംവിധാനം പ്രവർത്തിക്കുന്ന ഓഫീസാണത്. നമ്മൾ പോകുന്ന ബോട്ടുകൾ
വെസലുകൾ അതുപോലെ തന്നെ ഷിപ്പുകൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടുകളുടെയോ സംവിധാനം. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പോർട്ടിന്റെ അഡ്മിൻ ഓഫീസറുണ്ട്. എന്റെ കേരളത്തിൽ കാണുന്ന റോസ് കളർ ബിൽഡിംഗ് അത് കേരളത്തിലെ ആദ്യത്തെ ഒരു 5-സ്റ്റാർ ഹോട്ടലാണ് താജ് മലബാർ ഹോട്ടൽ. റോസ് കളർ ബിൽഡിംഗ് താജ് മലബാർ ഹോട്ടലാണത്. അതിനുശേഷം നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച റൈറ്റ് സൈഡിലാണ്. അവിടെ നോക്കിയാൽ കാണാം ഒരുപാട് കണ്ടെയ്നർ പുറത്തുനിന്നുമെല്ലാം കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമാണ്. മൂന്നാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ടെയ്നർ ടെർമിനലാണത്. ഏകദേശം 3300 കോടി രൂപ മുതൽ മുടക്കി ദുബായ് പോർട്ടിന്റെ സഹകരണത്തോടെ കൊച്ചിൻ പോർട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ നിലവിലിപ്പോൾ ഇതിന്റെ കൂടുതൽ ഷെയറും ദുബായ് പോർട്ടിന്റെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ ലാഭത്തിന്റെ ഒരു 3 മാത്രമാണ് ഇപ്പോൾ കൊച്ചിൻ പോർട്ടിന് ലഭിക്കുന്നുള്ളൂ. ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. വാടക കാലാവധി അവസാനിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും കൊച്ചിൻ പോർട്ടിന്റെ കൈവശം എത്തിച്ചേരുകയുള്ളൂ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടെയ്നർ ഷിപ്പുകളുള്ള ഒരു കമ്പനിയാണ് MSC എന്ന് പറയുന്നത്. കണ്ടെയ്നർ ഷിപ്പാണ് ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കണ്ടെയ്നർ ഷിപ്പുകൾ വരുന്നുണ്ട്. നമ്മുടെ വിഴിഞ്ഞം ഭാഗത്ത് ഇപ്പോൾ മറ്റൊരു ടെർമിനൽ വന്നതിൽ പിന്നെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം ഒരല്പം കുറവ് വന്നത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഒരുപാട് കണ്ടെയ്നർ ഷിപ്പുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമ്മൾ ദുബായ് പോർട്ടിന്റെ സഹകരണത്തോടെയാണ് ഇത് ആരംഭിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് DP വേൾഡ് എന്നൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അവിടെ ആഴത്തിലും നിർമ്മിച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ് പൊന്നാർപാടം കണ്ടെയ്നർ ടെർമിനൽ. അവിടെ ആ കാണുന്ന വലിയ വലിയ ക്രെയിനുകളൊക്കെ ഷിപ്പുകൾ വരുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും